നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും നമീബിയയും തമ്മിലുള്ള മത്സരത്തിന് ടോസ് വീണ് കഴിഞ്ഞു. കോട്ട്ല സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം ആദ്യ പന്തെറിയും. ടോസ് ലഭിച്ചത് നമീബിയക്കാണ്. ഇന്ത്യയെ അവർ ബാറ്റിങ്ങിന് അയച്ചിരിക്കുന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞത്, നമുക്ക് ടോസ് നഷ്ടപ്പെട്ടാലും ടീം വിജയിക്കുന്നുണ്ട്, സോ വി ആർ ഫൈൻ. ഒരു വലിയ ടൂർണമെൻ്റാണ്. ഡ്യൂ ഒരു ബിഗ് ഫാക്ടർ തന്നെയാണ്. പക്ഷേ ഡ്യൂ വെച്ചുകൊണ്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ബാറ്റേഴ്സ് ക്രൗഡിനെ എൻ്റർടൈൻ ചെയ്യിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. അഭിഷേക് ഇപ്പോഴും ഫുള്ളി ഫൈനല്ല. ഒരു പക്ഷേ 1-2 മത്സരങ്ങൾ കൂടി എടുത്തേക്കാം അവൻ പൂർണ്ണ ഫിറ്റായി വരാൻ. സാംസൺ ഇതാ പ്ലേയിങ് 11ലേക്ക്. ബൂംറ സിറാജിന് പകരം സ്ക്വാഡ് പ്ലേയിങ് 11ലുണ്ട് എന്നുകൂടി ഇപ്പോൾ സഞ്ജു സാംസണെ ഉൾപ്പെടുത്തിയ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് സൂര്യകുമാർ യാദവ് പറയുന്നു. അപ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് 11 ഇങ്ങനെയാണ്: സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദ്യൂബെ, റിങ്കു സിംഗ്, അക്സർ പട്ടേൽ, അർഷ്ദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി. നമീബിയയുടെ പ്ലേയിങ് 11 ലൗറൻ സ്റ്റീൻകാമ്പ്, ജാൻ ഫ്രിലിംഗ്, യാൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റൺ, അതുപോലെ അവരുടെ ക്യാപ്റ്റൻ ഗെർഹാർഡ് റാസ്മസ്, പിന്നെ ജെ സ്മിത്ത്, സെയിൻ ഗ്രീന്, റൂബൻ ട്രുംബ്ലെമാൻ, മലൻ ക്രൂഗർ, ബെർണാഡ് ഷോൾസ്, ബെൻ ഷിക്കോങ്ങോ, മാക്സ് ഹിങ്കോ. ഇതാണ് അവരുടെ സ്ക്വാഡ്. അപ്പോൾ ടോസ് ലഭിച്ച നമീബിയ ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചിരിക്കുകയാണ്. കാത്തിരിക്കാം സഞ്ജുവിന്റെ ഒരു കിടിലൻ തുടക്കത്തിനായി. സഞ്ജുവും ഇഷാനും ചേർന്ന് പൊളിച്ചെടുക്കട്ടെ. വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.